രാജ്യത്തിൻ്റെ അസഹിഷ്ണുതയിൽ മൗനം പാലിച്ച് നരേന്ദ്രമോദി. ഹരിയാനയിലെ ദളിത് ഹത്യയെക്കുറിച്ച് നരേന്ദ്രമോദിയുടെ റേഡിയോ പ്രഭാഷണമായ മൻ കി ബാത്തിൽ പരാമർശമില്ല. വൈവിധ്യമാണ് രാജ്യത്തിൻ്റെ ശോഭയെന്നും രാജ്യത്തിൻ്റെ വൈവിധ്യങ്ങളെ അംഗീകരിക്കാൻ തയ്യാറാകണമെന്നും പ്രധാനമന്ത്രി മൻ കി ബാത്തിലൂടെ ആഹ്വാനം ചെയ്തു. വിവരങ്ങളുമായി ഇപ്പോൾ മനു ശങ്കരൻ ചേരുന്നു. മനു ശങ്കരൻ, മൻ കി ബാത്ത് ഇന്ന് ശ്രദ്ധയോടെ രാജ്യം ചെവിയോർക്കുകയായിരുന്നു. നിരവധി പ്രശ്നങ്ങളാണ് രാജ്യത്തുണ്ടാകുന്നത് അസഹിഷ്ണുതയുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് അവശ ജനവിഭാഗത്തിന് നേരെ നടത്തുന്ന കടന്നാക്രമണം, ദളിത് ഹത്യ അടക്കമുള്ള ഇവയെക്കുറിച്ചൊന്നും പരാമർശമില്ലേ മൻ കി ബാത്തിൽ? അജിംഷാദ്, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്തരത്തിൽ ദളിതർക്കെതിരെ ഉണ്ടായ കൊടും ക്രൂരതകൾ അരങ്ങേറിയ സംഭവങ്ങൾ അടക്കമുള്ള കാര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു നിലപാട് വ്യക്തമാക്കുമെന്ന് പ്രതീക്ഷിച്ചാണ് ലോകം ഇന്ന് മൻ കി ബാത്ത് ശ്രവിച്ചത്. എന്നാൽ രണ്ട് പിഞ്ചുകുട്ടികളെ അടക്കം പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയ സംഭവം, 14 വയസ്സുകാരനായ ബാലനെ പോലീസുകാർ തന്നെ തല്ലിക്കൊന്നുവെന്ന ആരോപണമടക്കം ദളിത് എഴുത്തുകാർക്കെതിരെയുള്ള അതിക്രമങ്ങൾ അടക്കമുള്ള കാര്യങ്ങളിലൊന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മൻ കി ബാത്തിലൂടെ ഒരു കാര്യവും വ്യക്തമാക്കിയില്ല. പകരം ദളിതർക്ക് വേണ്ടി കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്യും എന്ന് മാത്രമാണ് അദ്ദേഹം പ്രസ്താവിച്ചത്. ദളിതർക്ക് രാജ്യത്ത് നിലനിൽക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെടണം. ഈ സാഹചര്യം സൃഷ്ടിക്കപ്പെടേണ്ടത് ഗവൺമെന്റുകളുടെ ഉത്തരവാദിത്തമാണെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതേസമയം രാജ്യത്തിന്റെ വൈവിധ്യങ്ങളാണ് ശ്രദ്ധേയമായത്. ഈ വൈവിധ്യങ്ങൾ ഉയർത്തിക്കാണിക്കുന്നതിനായിരിക്കണം രാജ്യത്തിന്റെ മഹത്വം എടുത്തു കാണിക്കേണ്ടതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ കൂട്ടിച്ചേർക്കുന്നു. രാജ്യത്തോട് ഐക്യത്തിന് ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നുണ്ട് പ്രധാനമന്ത്രി. അതേസമയം ദളിതരും ഒപ്പം മറ്റു പിന്നോക്ക വിഭാഗങ്ങളിലെ കുട്ടികൾക്കും പഠന കാര്യങ്ങൾക്കായി സ്കോളർഷിപ്പ് പദ്ധതികൾ കൂടുതൽ സുതാര്യമാക്കുമെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിക്കുന്നു. ഒപ്പം മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോലും പോയി മറ്റു കാര്യങ്ങൾക്കായുള്ള മനു ശങ്കരനാണ് വിവരങ്ങൾ നൽകിയത്. പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്തിന്റെ വിശദാംശങ്ങളാണ് മനു ശങ്കരൻ നൽകിയത്, ഞങ്ങളുടെ പ്രതിനിധി.